ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതം ആശംസിക്കുന്നു. ശ്ലീഹാ നോമ്പിൻ്റെ 2-ാം ദിവസത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ശ്ലീഹാ നോമ്പിനെ പറ്റി ഒരു ആമുഖം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ആരാണൊരു ശ്ലീഹ, ആരാണൊരു ശിഷ്യൻ എന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശ്ലീഹന്മാർ എന്താണ് ചെയ്തത്, അവരുടെ കാലടികൾ പിന്തുടർന്ന് നാം എന്താണ് അനുവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ ശ്ലീഹാ നോമ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു 13 ദിവസത്തേക്ക് മാത്രമുള്ള നോമ്പല്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന 13 ദിവസം ആണെന്നാണ്. എന്നാൽ പല ഓർത്തഡോക്സ് സഭകളിലും പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന 2-ാം തിങ്കളാഴ്ച ആരംഭിച്ച് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ പെരുന്നാളിൽ അവസാനിക്കുന്ന തരത്തിലാണ് പല ഓർത്തഡോക്സ് സഭകളിലും ഈ നോമ്പ് ആചരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വർഷം എത്യോപ്യൻ സഭയിലും പറ്റി 23 ദിവസമാണ് ഈ നോയമ്പ്. ചില സമയങ്ങളിൽ 40 ദിവസം വരെ ആവാം. അത് ഈ പെന്തിക്കോസ്തിയുടെ ഡേറ്റ് മാറുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് 13 ആണ് എന്ന് നമുക്കങ്ങ് കൃത്യമായിട്ട് പറയാൻ പറ്റുകയില്ല. നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ ശ്ലീഹായിക്ക് വേണ്ടി മാറ്റിവെച്ച് അതിൻ്റെ ധ്യാനങ്ങൾ നടത്തുന്നത്. അത് നല്ലതാണ്, അതിനകത്ത് അർത്ഥഭ്രംശമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് പെന്തിക്കോസ്തിക്ക് ശേഷം 2-ാം മൺഡേയിൽ ആരംഭിച്ച് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ ദിനത്തിൽ ജൂൺ 29 അവസാനിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ക്രമീകരണം. എന്നാൽ അവിടെയുമല്ല, അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് 12 ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസമായ ജൂൺ 30-നാണ്. ജൂൺ 30 വരെ യഥാർത്ഥത്തിൽ ഈ നോയമ്പ്. 29-ാം തീയതി ഈ ശ്ലീഹന്മാരുടെ ഓർമ്മ ദിവസം വരുന്നത് കൊണ്ട് അന്നൊരു പെരുന്നാളായതുകൊണ്ട് അന്ന് നോമ്പില്ലെന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ശ്ലീഹന്മാരുടെ ഓർമ്മ നടത്തുന്ന 12 ശ്ലീഹന്മാരുടെ ഓർമ്മ നടത്തുന്ന ജൂൺ മാസം 30-ാം തീയതി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ശ്ലീഹന്മാർ പ്രാർത്ഥിച്ചിരുന്നുവോ നോമ്പ് അനുഷ്ഠിച്ചിരുന്നുവോ എന്നുള്ളത്. ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് ഞാൻ അത് മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഈ പറയുന്ന 12 ശ്ലീഹന്മാർ നോയമ്പ് നോറ്റിരുന്നവരാണോ? ഇപ്പോൾ ഓർത്തഡോക്സുകാരൊക്കെ നോയമ്പ് നോക്കുമ്പോൾ സാധാരണഗതിയിൽ പലരും കുറ്റം പറയാറുണ്ട്. അവരിങ്ങനെ നോയമ്പൊക്കെ അനുഷ്ഠിച്ച് ഇറച്ചി മീനും മുട്ടയൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെ പോകുന്ന ഒരു ആചാര ക്രിസ്ത്യാനികളാണ്. എന്നാൽ ഈ ശ്ലീഹന്മാർ നോയമ്പ് നോക്കിയിരുന്നോ എന്ന് നമുക്കൊന്ന് നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ. നമുക്ക് ചില വേദഭാഗങ്ങൾ വായിക്കാം. അതിലാദ്യം നമ്മുടെ കർത്താവാണ് പറയുന്നത് എപ്പോഴാണ് നിങ്ങൾ ഉപവാസം ആരംഭിക്കേണ്ടത്, അല്ലെങ്കിൽ നോയമ്പ് ആരംഭിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ല, മണവാളൻ പിരിയുന്നൊരു സമയം വരും, അന്ന് അവർ ഉപവസിക്കും എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നീട് മണവാളൻ പിരിഞ്ഞൊരു സമയമുണ്ടായി. അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഉപവാസം ആരംഭിക്കുകയാണ്. ശ്ലീഹന്മാരുടെ ഉപവാസം അവിടെയാണ് തുടങ്ങുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് നോയമ്പ് നോക്കിയിരുന്നതായും ഉപവസിച്ചിരുന്നതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവിടെ പറയുന്നത് 2 പേരെ ഒരു വേലയ്ക്കായിട്ട് നിയമിക്കുകയാണ്, ബർന്നബാസും ശൗലും. ഇങ്ങനെ 2 പേരെ ദൈവവേലയ്ക്കായി നിയമിച്ച് അയക്കുമ്പോൾ അവർക്ക് വേണ്ടി ഈ ശ്ലീഹന്മാരുടെ ആ സംഘം ഉപവസിച്ചു പ്രാർത്ഥിച്ചതായിട്ട് നാം വായിക്കുന്നു. അപ്പം ശ്ലീഹന്മാർ നോയമ്പ് നോറ്റു. ശ്ലീഹന്മാരുടെ നോമ്പിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, ഈ 12 ശ്ലീഹന്മാർ നോമ്പ് നോക്കിയിരുന്നുവോ എന്നാണ്. ഇതാണ് ഒന്നാമത്തെ ഇൻസ്റ്റൻസ്. രണ്ടാമത് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലാണ്. അവിടെ ഓരോരോ സഭകളിലേക്ക് മൂപ്പന്മാരെ നിയമിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം ഉപവാസം കഴിക്കുകയും ശ്ലീഹന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശ്ലീഹാ നോമ്പിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, 1-ാമത്തെ അപ്പോസ്തോലൻ നമ്മുടെ കർത്താവാണ്. കർത്താവ് ഉപവസിച്ചു 40 ദിവസം, 1-ാമത്തെ അപ്പോസ്തോലൻ. പിന്നീട് 12 അപ്പോസ്തോലന്മാർ, അവരും ഉപവസിച്ചവരാണ്.
ഈ ശ്ലീഹാ നോമ്പിൽ നമുക്ക് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ അവസരം കൈവരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 12 ശ്ലീഹന്മാർ പല അവസരങ്ങളിലും ഉപവസിച്ച് പ്രാർത്ഥിച്ചവരാണ്. അതിൻ്റെ 2 ഇൻസ്റ്റൻസസ് ആണ് ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തികളിലെ അധ്യായങ്ങളിലൂടെ പറഞ്ഞു വെച്ചത്. ഈ ശ്ലീഹന്മാരുടെ പ്രാർത്ഥന, അവരുടെ ഉപവാസം, അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് ആദിമസഭയിൽ ഇത്തരം നോമ്പുകൾ ഉണ്ടായി വന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ശ്ലീഹാ നോമ്പ് അനുഗ്രഹപ്രദമായി മുന്നേറുമ്പോൾ ഈ ശ്ലീഹന്മാരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.